ഞാൻ ക്ലാസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. ഒന്നെങ്കിൽ സാറിനോട് പറഞ്ഞാൽ മതി, അതല്ലെങ്കിൽ സെഷൻ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ അതല്ല ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിലൊക്കെ നിങ്ങൾ എന്നോട് കൺവേ ചെയ്താൽ മതി. നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ. ടൈമിംഗ് ഈ പറഞ്ഞ പോലെ ഇവിടെ സ്ലോട്ട് കിട്ടുന്ന സമയത്താണ് നമ്മൾ എടുക്കുക. അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ സമയം പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനോട് കൺവേ ചെയ്താൽ മതി, നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സെഷൻ നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ ഡയറക്റ്റ്ലി ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു 1-2 ദിവസത്തിനുള്ളിൽ സാറ് ചിലപ്പോൾ മിക്കവാറും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടി എടുത്ത് കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങളത് 1.5 അല്ലെങ്കിൽ 1.25 കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷനും കൂടി കിട്ടും. ഓക്കെ. അങ്ങനെ 2 തവണ നിങ്ങൾ ആ സെഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ. അപ്പം മാക്സിമം ടൈം നിങ്ങൾ അങ്ങനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുക, സിംഗിൾ ആയിട്ട് നിങ്ങൾ വായിച്ചെടുക്കുന്നതിനപ്പുറത്തേക്ക്. ഓക്കെ. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ഇപ്പോൾ പ്രീ ഹിസ്റ്ററിക് ഏജും ഓക്കെയാണ്, ഇൻഡസ് വാലി സിവിലൈസേഷനും ഓക്കെയാണ്. അതുവരെ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടിയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എൻഡിങ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻ ആയത് എന്നുള്ളത്? ഓക്കെ. എങ്ങനെയായിരുന്നു, ആരെങ്കിലും പറയാമോ? അതിനകത്ത് നമ്മൾ ഒരുപാട് തിയറീസ് പഠിച്ചു അല്ലെ? കുറെ ഈ പറയുന്ന ഹിസ്റ്റോറിയൻസ് ഒരുപാട് തിയറികൾ പറയുന്നുണ്ട് ഓരോ ഈ പറഞ്ഞ പോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അവസാനിക്കാനായിട്ട്. അപ്പൊ അതിലൊരു ഭാഗം പറയുന്ന ഒരു ഭാഗമാണ് ആര്യൻ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ. നമ്മളത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? അതിലൊരു ഭാഗം ആര്യൻ ഇൻവേർഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനകത്ത് പറഞ്ഞുണ്ടായി, അതായത് പോസിറ്റീവ് ആസ്പെക്റ്റും അതിന്റെ നെഗറ്റീവ് അതിന്റെ അതല്ല എന്നുള്ള തിയറി നമ്മൾ പറഞ്ഞു. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പല പല ഭാഗത്തേക്ക് പോയി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആര്യൻ ഇൻവേർഷൻ അതൊരു എന്താ പറയാ, ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ആര്യൻ ഇൻവേർഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ ഹിസ്റ്റോറിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രീതിയിൽ ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ആസ് പെർ നമുക്ക് തന്നിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബുക്കുകളും എവിഡൻസുകളും ഒക്കെ വെച്ചിട്ട് ആര്യൻ ഇൻവേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ശരിക്കും ഉണ്ട്. ഓക്കെ. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം അതാണ്. അതിനാണ് നമ്മൾ വേദിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ വേദിക് ഏജ് എന്ന് പറയുന്നത്. നമുക്ക് സ്പെസിഫിക്കലി വേദിക് ഏജ് എന്ന് പറയാം. ഓക്കെ. വേദിക് സിവിലൈസേഷൻ അപ്പുറത്തേക്ക് നമുക്ക് വേദിക് ഏജ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഓക്കെ ആയിരിക്കുക. അതിന്റെ ഏകദേശ കാലഘട്ടം എന്ന് പറയുന്നത് 1500 മുതൽ 500 BC വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എക്സാക്ട്ലി ടൈം പീരീഡ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട, ഒരു സമയത്ത് പോലും നിങ്ങൾ ആ ടൈം പീരീഡ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ മതി, ഏത് ടൈം പീരീഡ് ക്രൊണോളജിക്കലി നിങ്ങൾ ഇവന്റ് കണക്ട് ചെയ്താൽ മതി. എക്സാക്ട്ലി UPSC എന്നല്ല ഒരു എക്സാമിനും ചോദിക്കില്ല. കാരണം ഹിസ്റ്റോറിയൻസ് തന്നെ പല സമയത്തും ഇതിന്റെ എക്സാക്ട് ടൈമിങ് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ 1600 കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അങ്ങനെ മാറി മാറി വരും. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായാൽ മതി. പ്രീ ഹിസ്റ്ററിക് ഏജ് കഴിഞ്ഞു, ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞു, അതിനുശേഷം വരുന്ന ഭാഗമാണ് വേദിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ ലാസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ കവർ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞിരുന്നു, ഇൻഡസ് വാലി സിവിലൈസേഷൻ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ. സ്വാഭാവികമായിട്ട് ഈ മെച്യൂർഡ് ഏജ് ഉള്ള സമയത്ത് ആര്യൻ ഇൻവേഷൻ നടക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പോർഷൻ അല്ലാതെ പല പല ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ ആയിട്ട് അടിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. പല പോർഷൻസ്, അതായത് ഈ പറഞ്ഞ പോലെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലൂടെയാണ് ഇൻവേഡ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു. ഞാനത് പറയാൻ പോകുന്ന ഭാഗമാണ്. ഓക്കെ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ബാക്ക് ചെയ്ത് ഡൗൺ ആയിട്ട് അവിടെ വരുന്നുണ്ടാവാം. ഓക്കെ. അവരുടെ ക്യാരക്ടർ ഉണ്ട്. ഓക്കെ. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സ്റ്റോറി ഒക്കെ പറഞ്ഞുതരാം, മൗര്യൻ ഡൈനാസ്റ്റി ഉണ്ടായ സ്റ്റോറി ഒക്കെ. ഓക്കെ. അതിന് മുൻപ് തന്നെ ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേർഷൻ ത്രെട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഇൻവേർഷൻ പ്രോണുള്ള ഏത് ഭാഗമാണ്? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ്. അത് അന്നത്തെ കാലം എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് മൗര്യൻസിന്റെ കാലഘട്ടം, ഇവൻ നന്ദ ഡൈനാസ്റ്റിന്റെ കാലഘട്ടത്തിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്, അലക്സാണ്ട്രിയൻ ഇൻവേഷന്റെ സമയത്ത് തന്നെ. അന്നാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപായിട്ട് ഈ പറഞ്ഞ പോലെ ഹാരപ്പൻ കൾച്ചർ ഓൾമോസ്റ്റ് ഡിക്ലൈൻ ആയി വരുന്ന ഒരു സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കെയിൽ ഓഫ് മൈഗ്രൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്ത് വരുന്നു. ഓക്കെ. അവരെയാണ് ഇന്തോ ആര്യൻസ് എന്നറിയപ്പെടുന്നത്. നോർമലി ഈ മൂവി എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാസസിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ കവർ ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഖൈബർ പാസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഓൾറെഡി ജിയോഗ്രഫി പഠിച്ച ആളുകളാണ്. ആൻഡ് ദേ ആർ മൂവിങ് വിത്ത് എ വാലി ഓഫ് നോർത്ത് വെസ്റ്റേൺ ആൻഡ് പ്ലെയിൻ ഓഫ് ദി പഞ്ചാബ്. അതായത്
ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് ആദ്യമായി താമസിക്കുന്ന സ്ഥലം പഞ്ചാബ് ഭാഗമാണെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. ഫസ്റ്റ് അവർ വന്നത് ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് പഞ്ചാബ് ഭാഗത്താണ് അവർ എന്ത് ചെയ്യുന്നത്, സെറ്റിൽ ആവുന്നത്. ലേറ്റർലി ആണ് എന്ത് ചെയ്യുന്നത്, ഇന്തോ ഗാഞ്ചറ്റിക് പ്ലെയിൻസിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ ഇൻഡസ് റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെ സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആര്യൻസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഗ്രൂപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് ഓർത്തിരുന്നാൽ മതി. സ്വാഭാവികമായിട്ട് ഇവർ മൂവ് ചെയ്ത സ്ഥലം ഇതാണ്. ലൊക്കേഷൻ നോക്കിയാൽ മതി. അപ്പൊ ഗ്രാജുവലി എന്ത് ചെയ്തു, ഈ ലൊക്കേഷനിലൂടെ വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണാൻ സാധിക്കും, സ്വാത് വാലി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു വാലിനെ കുറിച്ചിട്ട്? ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് എവിടെയാണത്? സ്വാത് വാലി കേട്ടിട്ടുണ്ടോ? യെസ്, പറഞ്ഞു. എവിടെയാണ് ലൊക്കേഷൻ? എനിവൺ? പാകിസ്ഥാൻ. വെരി ഗുഡ്. പാകിസ്ഥാൻ ലൊക്കേഷൻ ആണത്. ഓക്കെ, പാകിസ്ഥാനിലാണ് സ്വാത് വാലി എന്ന് പറയുന്നത്. സ്വാത് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് ആണ്. ഡിസ്ട്രിക്റ്റിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കറണ്ട് അഫെയറിലുണ്ട്. കുറെ കാലം മുൻപ് അത് കറണ്ട് അഫെയറിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. സ്വിറ്റ്സർലാൻഡ് ഓഫ് പാകിസ്ഥാൻ എന്നാണ് ഈ പറഞ്ഞ സ്വാത് വാലി അറിയപ്പെടുന്നത്. അത്രയും സ്നോ കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല സിനിക് ബ്യൂട്ടി ഉള്ള സ്ഥലമാണ്, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്, ഒരുപാട് ടൂറിസ്റ്റുകളുള്ള സ്ഥലമായിരുന്നു. പക്ഷേ എന്തായിരുന്നു, ഈ 2007 മുതൽ ഒരു 2012 കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ടെററിസം ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഓക്കെ, ഫോർ ആൻ എക്സാമിനേഷൻ പെർസ്പെക്ടീവ്. യെസ്, വെരി ഗുഡ്. താലിബാൻ. ഓക്കെ, താലിബാനിന്റെ ഒരു മെയിൻ ഏരിയ ആയിരുന്നു ഈ പറയുന്ന സ്വാത് വാലി എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ സ്വാത് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്ഥലം. കാരണം പാകിസ്ഥാനിൽ ഈ പറഞ്ഞ താലിബാൻ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഓക്കെ, പാകിസ്ഥാൻ ഈ താലിബാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഗുഡ് താലിബാൻ ആൻഡ് ബാഡ് താലിബാൻ എന്നുള്ളത്. അതായത് പാകിസ്ഥാനെതിരെ നിൽക്കുന്നവർ എന്തായിരിക്കും? ബാഡ് താലിബാനും. പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഗുഡ് താലിബാൻ ആയിരിക്കും. ഇന്ത്യക്കെതിരെ നിൽക്കുന്നവർക്ക് പാകിസ്ഥാൻ ഗുഡ് താലിബാനാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിൽക്കുന്ന ഒരു താലിബാൻ ഗ്രൂപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഇവന്റ് ഓർമ്മയുണ്ടോ? ഒരു ഫേമസ് ആയിട്ടുള്ള നോബൽ ലോറേറ്റിന്റെ ഒരു ഇവന്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ ഭാഗത്ത്? വെരി ഗുഡ്. മലാല യൂസഫ് ഷാ. മലാല യൂസഫ് ഷാ 2012 നോബൽ പ്രൈസ് കിട്ടുന്നവർ. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ സമയത്താണ് അവർക്ക് ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് ഒരു ഇവന്റ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയാം, കാരണം താലിബാന്റെ ബേസിക് സാധനം എന്തായിരുന്നു? എഡ്യൂക്കേഷൻ. വുമൻസിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ വരും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വുമൻസ് എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ്ലി ബാൻഡ് ആയിരുന്നു. അവിടെ ടെലിവിഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് സ്വാത് വാലി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പൊ കറണ്ടായിട്ട് ആ ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നു കേട്ടോ, വന്നപ്പോൾ ഞങ്ങൾ കണക്ട് ചെയ്തു തന്നേ ഉള്ളൂ. അങ്ങനത്തെ ലൊക്കേഷനാണ് സ്വാത് വാലി. പക്ഷെ എന്ത് ചെയ്തു, 2012 ശേഷം ഒരുപാട് ഇവന്റ്, ഒരുപാട് ഈ പറഞ്ഞ പോലെ മിലിറ്ററി ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ താലിബാൻ അവിടെ നിന്ന് മൂവ് ചെയ്യുകയും അങ്ങനെ ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തൊരു, ഇപ്പൊ എന്താണ്, ടെററിസം ടു ടൂറിസം എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ അതിങ്ങ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഈ സ്വാത് വാലിന്റെ ഭാഗത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആര് വരുന്നത്, ആര്യൻസ് ഗ്രാജുവലി എൻ്റർ ചെയ്യുന്നത്. ഞാൻ ആ ഭാഗം ചുമ്മാ കണക്ട് ചെയ്തേ ഉള്ളൂ, മലാല യൂസഫ് ഷാനെ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയർ ആസ്പെക്ട് ആയിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞ ഹിസ്റ്ററി അല്ല, ജിയോഗ്രഫിയിൽ നിങ്ങൾക്ക് കൺസിഡർ ദി ഫോളോയിങ് പെയർ എന്ന് പറഞ്ഞിട്ട് ചില വാലീസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇനീഷ്യലി ഇവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഇന്ത്യയിലെ പഞ്ചാബ് ലൊക്കേഷനിലേക്ക് എത്തുന്നു. പഞ്ചാബിലാണ് അവരെന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അത് ഓർത്താൽ മതി പഞ്ചാബ്. കാരണം എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി, പാകിസ്ഥാൻ പഞ്ചാബ് ഉണ്ട്, ഇന്ത്യൻ പഞ്ചാബ് ഉണ്ട്. അപ്പൊ ആ ഭാഗത്തേക്കാണ്. ഓക്കെ, സിന്ധ് എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, ഫസ്റ്റ് സിന്ധ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പാകിസ്ഥാൻ ഇന്ത്യൻ പഞ്ചാബിലേക്ക് എത്തുന്നത്. പക്ഷേ സിന്ധ് എന്ന് പറയുന്ന ലൊക്കേഷൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യൻ ആണെന്ന് പറയുകയാണെങ്കിൽ സ്പെസിഫിക്കലി അത് പഞ്ചാബ് ആയിരിക്കും. ആദ്യം അവർ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം സിന്ധാണ്. സിന്ധിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചാബിലേക്ക് വരുന്നത്. പക്ഷേ സിന്ധ് എവിടെയാണ് അറിയാം നിങ്ങൾക്ക്? സിന്ധ് പാകിസ്ഥാൻ. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അറിയേണ്ടത് ആരാണ് ആര്യൻസ് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണെങ്കിൽ പോലും ജർമ്മനി, ഹിറ്റ്ലർ പറഞ്ഞത് വി ആർ ആര്യൻസ് എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ആര്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പാണ്. ഒരു റേസ് ഒന്നുമല്ല, അവർ ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ആര്യൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി ദർ ടോക്ഡ് ഇൻ സംസ്കൃത ലാംഗ്വേജ്. അപ്പോൾ ഇറാനിയൻ ഫാമിലിയിലെ ഒരു സിസ്റ്റർ ലാംഗ്വേജ് ആണ് ഈ സംസ്കൃതം എന്ന് പറയുന്നത്. അവർ സംസാരിക്കുന്ന ഭാഷ അതാണ്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജുകളിലേക്ക് ഈ പറഞ്ഞ പോലെ ആര്യൻ എന്ന് പറയുന്ന ആ ടേമിന് നോബിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, അതാണ് ഫ്രീ ബോൺ. ഫ്രീ ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ആക്ടിവിറ്റിയും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതി. അപ്പൊ നിങ്ങൾ ഫിഗർ കണ്ടോ, കുതിരപ്പുറത്താണ് അവർ വരുന്നത്. സോ അവരുടെ പ്രത്യേകത എന്താ, ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം പോലെ അല്ല, ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി മൂവ്മെന്റ് ആണ് അല്ലെ. കുതിരപ്പുറത്ത് പെട്ടെന്ന് മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് കുതിരയ്ക്ക്. കുതിര പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അതുവരെ നമ്മൾ പറഞ്ഞു എന്താണ്, കുതിരയാണ് വലിയ പരിചയമില്ലാത്ത ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആര്യൻസ് വരുന്നത്
ഈ രീതിയിലാണ്. അപ്പൊ ഇവരുടെ നോർമൽ ക്യാരക്ടർ എന്താണ്? ഈ ആര്യൻസിന് ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ബേസ്ഡ് ആണ്, നൊമാഡിക് ക്യാരക്ടർ ആണ് വരുന്നത്. അവർ റൂറൽ ഏരിയയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. മെയിനായിട്ട് പാസ്റ്ററേഴ്സ് ആണ് അല്ലെ, കന്നുകാലി വളർത്തലൊക്കെയാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ പല സ്ഥലത്തും ഈ ക്ലൈമറ്റ് ഇവന്റ് മാറുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരും. യൂഷ്വലി അങ്ങനെയാണല്ലോ നമ്മൾ വരിക അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ക്ലൈമറ്റ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പൊ ബേർഡ്സ് ഒക്കെ അല്ലേ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ടാവാം, ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി പോകുന്നുണ്ടാവാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ക്ലൈമറ്റിക്കൽ സിറ്റുവേഷൻ. അതേപോലെ തന്നെ എന്ത് ചെയ്തു, അവരുടെ ക്ലൈമറ്റ് ഹാർഷ് ആകുന്ന സമയത്ത് എന്ത് ചെയ്തു, അവർ മൂവ് ചെയ്ത് അവർ എന്ത് ചെയ്തു, ഇന്ത്യൻ ഭാഗത്തേക്ക് അവർ എത്തി. ഓക്കെ, അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്, ഈ പറഞ്ഞ പോലെ മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവരുടെ ഒറിജിനൽ ഹോംലാൻഡ് എന്താണെന്നുള്ളതാണ് അടുത്ത ചർച്ച. ഓക്കെ, ഹിസ്റ്റോറിയൻസ് തല പുകഞ്ഞ് ആലോചിക്കുന്നു, പല ഡിസ്കഷൻസ് വരുന്നു, പല ആൾക്കാർ പല കാര്യങ്ങളും പറയുന്നു. കാരണം ഇവരുടെ ലാംഗ്വേജ് ബേസ് ആയതുകൊണ്ട് ഇവർ ഏത് സ്ഥലത്ത് നിന്ന് വന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻസ് പല സ്ഥലത്തും കിടക്കുവാണ്. അവിടെയാണ് അടുത്ത കോൺട്രവേഴ്സി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആര്യൻസ് ഇൻവേർഡ് ചെയ്തു എന്നുള്ള ഗ്രൂപ്പ് പറയുന്നുണ്ടല്ലോ, അപ്പൊ എവിടെ നിന്ന് ഇൻവേർഡ് ചെയ്തു എന്നുള്ള അടുത്ത ചോദ്യം. അങ്ങനെ ഹോംസ് ഓഫ് ആര്യൻസ് എന്ന് പറഞ്ഞ് കുറെ തിയറീസ് പല ആളുകളും പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തേത് ഈ പറഞ്ഞ പോലെ സെൻട്രലേഷൻ തിയറി ബൈ മാക്സ് മുള്ളർ. പറഞ്ഞത് സെൻട്രലേഷൻ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്നാ. ഓക്കെ, പക്ഷേ ലോകമാന്യ തിലക് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ആ സമയത്ത് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം ജയിലിൽ കിടക്കൂലേ, സ്വാഭാവികമായിട്ട് ചിന്തിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. ഓക്കെ, ആ സമയത്ത് പുള്ളി പറയാണ് ആർട്ടിക്കിൽ നിന്നാണ് ഈ പറയുന്ന ആര്യൻസ് വന്നിട്ടുള്ളത്. അടുത്ത ഗ്രൂപ്പ് പറയുന്നു ദയാനന്ദ സരസ്വതി, അദ്ദേഹം പറയാണ് ടിബറ്റിന്റെ ഭാഗത്ത് നിന്നാണ് ഈ പറഞ്ഞ ആര്യൻസ് വന്നിട്ടുള്ളത്. അടുത്ത ഗ്രൂപ്പ് പറയാണ് പാമർ പ്ലാറ്റിന്റെ ഭാഗത്തു നിന്നാണ്, മേയർ പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ ടർക്ക്മെനിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഹർസ്ഫെൽഡ്. ഓക്കെ, FED ആണേ, ആയില്ല. ഓക്കെ, അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിയൻ, അദ്ദേഹം പറഞ്ഞു ടർക്കിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം പുള്ളി പറയാം. അപ്പോൾ പല തിയറീസും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാലോ ഈ ഹിസ്റ്റോറിയൻസ് ഒരു വാലിഡ് ആയിട്ടുള്ള തിയറിയിലേക്ക് എത്തണം. ഇങ്ങനെ കുറെ ആൾക്കാർ കുറെ തിയറി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ UPSC ആസ്പെക്ടില് സിവിൽ സർവീസിന് ചോദിച്ചില്ലെങ്കിൽ വേറെ ഒക്കെ ചോദിക്കാം ഈ പറഞ്ഞ തിയറി ആര് പറഞ്ഞതാണെന്നുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മാക്സ് മുള്ളറിന് ഓർത്ത് വെച്ചോ, അതേപോലെ തന്നെ ലോകമാന്യ തിലകിന് ഓർത്ത് വെച്ചോ, ദയാനന്ദ സരസ്വതിന് ഓർത്ത് വെച്ചോ, ആൻഡ് പാമർ പ്ലാറ്റു മേയറിന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇതെന്താണ് നിങ്ങൾക്ക് എലിമിനേറ്റ് ഉള്ള സ്കോപ്പ്. ഈ 4 പേരും പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി. ഇവർ ഇത്രേ പറയുന്നുള്ളൂ, എക്സ്ട്രാ ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്നത് ശരിക്കും പറയുകയാണ് ആരാണ്, സെൻട്രലേഷൻ തിയറി ബൈ മാക്സ് മുള്ളർ ആണ്. ലൊക്കേഷൻ നിങ്ങൾ ഓർത്താൽ മതി. പല പ്ലാറ്റ്യൂസും പല ഭാഗത്തുനിന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്ന ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് മാക്സ് മുള്ളറിന്റെ തിയറിയാണ്. ദ തിയറി ഇസ് നോൺ ആസ് സെൻട്രൽ ഹോം തിയറി, സെൻട്രലേഷൻ ഹോം തിയറി എന്ന് പറയും. സെൻട്രലേഷൻ ഹോം തിയറി ബൈ ആര്യൻസ്. കാരണം എന്തുകൊണ്ടാ, നോർമലി നമ്മൾ പറഞ്ഞു ദേ ആർ നൊമാഡിക് ഇൻ ക്യാരക്ടർ അല്ലെ. ഇവരെന്താണ് കന്നുകാലികൾ അങ്ങനെ തെളിച്ച് കൊണ്ടുവന്ന. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഇവരുണ്ടാവുക, ഇവർ സ്റ്റെപ്പേ റീജിയന്റെ ഭാഗത്തു നിന്നാണ് വന്നത് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് എവിഡൻസ്. യുറേഷ്യൻ സ്റ്റെപ്പേ റീജിയനിൽ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. കാരണം അവരുടെ എന്തായിരുന്നു, അവിടെ ഹോഴ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു, അതേപോലെ തന്നെ വീൽഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഇവർക്ക് മൈഗ്രേഷൻ ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ അവർ ചെയ്തൊരു കാര്യം സ്ലോ ആൻഡ് ഗ്രാജുവൽ ആയിട്ടുള്ള മൈഗ്രേഷൻ പ്രോസസ് ആണ്. പീസ്ഫുൾ ആണ് കമ്പാരിറ്റീവ്ലി വന്നത്. വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ചെറിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിയറി ഉണ്ട്, ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്, ബോഗോസ്കോയ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്ക്രിപ്ഷൻ. ആ ഇൻസ്ക്രിപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ടർക്കിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആര്യൻസ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നു എന്നുള്ള സ്പെസിഫിക്കലി പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണത്. ചിലപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. ഒന്ന് ഓർത്തിരുന്നു ഓക്കെ ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ. കാരണം ചില ഇപ്പൊ ഹിസ്റ്ററി കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കല്ലേ, അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ അവിടെ നിന്ന് ചോദിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, പീസ്ഫുൾ ആയിട്ട് ഇവർ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു. ലൈക്ക് ഹിയർ ആര്യൻസ് എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ മൂവ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാത്ത് വാലിയിലൂടെ അല്ലെങ്കിൽ കൈവർ പാസിലൂടെ എന്ത് ചെയ്ത് മൂവ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തി. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ സെറ്റിൽമെന്റ് ആര്യൻസിന്, അതായത് ആര്യൻസ് ഇൻവടം കഴിഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ട് വേദിക് ഏജ് എന്നുള്ള കാലഘട്ടം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ വേദിക് ഏജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏർലി വേദിക് ഏജ് എന്നും ലേറ്റർ വേദിക് ഏജ് എന്നും രണ്ട് കോൺസെപ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ പല രീതികളിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. പക്ഷേ ഇൻ സെൻസ് നമുക്ക് പറയുകയാണെങ്കിൽ ഏർലി വേദിക്കും ലേറ്റർ വേദിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സെറ്റിൽമെന്റിന്റെ മെയിൻ വ്യത്യാസമാണ്. പിന്നെ അതേപോലെ തന്നെ ചില ചേഞ്ചുകൾ അവിടെയാണ്. ഞാൻ ഗ്രാജുവൽ ചേഞ്ച് പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഞാൻ സെറ്റിൽമെന്റിന്റെ ഭാഗം പറഞ്ഞുതരാം. അതായത് ഏർലി വേദിക്ക് സമയം എന്ന് പറയുന്നത് നമ്മൾ സപ്ത സിന്ധു എന്ന് പറയില്ലേ. സപ്ത സിന്ധു ഏതൊക്കെയാ ഞാൻ നേരത്തെ പറഞ്ഞു. ആ റീജിയനിൽ അവർ അഫ്ഗാനിസ്ഥാൻ സ്വാത്ത് വാലിയിലൂടെ മൂവ് ചെയ്ത് സെൻട്രേഷനിലൂടെ പാകിസ്ഥാനിലൂടെ പഞ്ചാബിൽ എത്തി ഇന്ത്യയിൽ. ഓക്കെ, സ്വാഭാവികമായിട്ട് അവർ നിൽക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്, ഇനീഷ്യൽ കേസിൽ സപ്ത സിന്ധു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ, അതായത് അവരെന്ത് ചെയ്തു, ഈ സൗത്ത് ഈസ്റ്റ് ലാൻഡിലൂടെ മൂവ് ചെയ്ത് സരസ്വതി മുതൽ ദഷ്ടദി എന്ന് പറഞ്ഞ റിവർ ഉണ്ട്, ഗാഗർ റിവർ. ഓക്കെ, ആ റിവർ വരെ ഈ പറഞ്ഞ ഗാഗർ റിവറിന്റെ ശരിക്കും ലൊക്കേഷനാണ്. ഇത്രയും ലൊക്കേഷനിലാണ് എന്ത് ചെയ്യുന്നത്, അവരാദ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലൊക്കേഷന്റെ പോർഷനെയാണെന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗം, അതായത്
ബ്രഹ്മവൃത എന്നുള്ള ടൈമിൽ അറിയപ്പെടുന്നത്. ആ ലൊക്കേഷൻ ഭാഗത്തെ, അത്രയും പെർട്ടിക്കുലർ ലൊക്കേഷൻ ഭാഗത്തെ ആ ഒരു കോൺസെപ്റ്റിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അവിടെയാണ് ആദ്യത്തെ സെറ്റിൽമെന്റ്. ആ ഒരു കൈൻഡ് ഓഫ് ആളുകളെയാണ് ഈ പറഞ്ഞ ഏർലി വേദിക് ഏജ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് എന്താണ്, ടെക്നോളജിക്കലി കുറച്ച് ചേഞ്ചുകളൊക്കെ വരുന്നു. ഓക്കെ, കുറെ കാര്യങ്ങളും കോൺസെപ്റ്റുകളൊക്കെ മാറുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിലേക്ക് അവരെന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നു. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലത്തെയാണ് ആര്യവ്രത എന്ന് പറയുന്നത്. ദാറ്റ് ആര്യവ്രത ഇസ് നോൺ ആസ് ലേറ്റർ വേദിക് ഏജ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, അവർ മൂവ് ചെയ്ത് ഗാഞ്ചറ്റിക് പ്ലെയിൻസ് മൗണ്ടൻസ് മൂവ് ചെയ്ത് വിദ്യാഭ്യാസമൊക്കെ കടന്ന് അവരെന്ത് ചെയ്തു, ആ ഗംഗാ റിവറിന്റെ തീരത്തൂടെ ഇങ്ങനെ ചുറ്റുപാടുന്നു. അപ്പൊ ഒരു ലാർജർ എക്സ്റ്റെൻഡ് ആയിട്ട് എന്ത് സംഭവിച്ചു, ലേറ്റർ വേദിക്ക് വന്നു. ഓക്കെ, അങ്ങനെ ഏർലി വേദിക്കും ലേറ്റർ വേദിക്കും, അതാണ് ബ്രഹ്മവൃത ആൻഡ് ആര്യവൃത എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഊഹിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, നിങ്ങൾ പഠിച്ചൊരു കാര്യം ഉണ്ടാവും, ഏർലി വേദിക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു ഗോഡിന്റെ പേര്, ബ്രഹ്മാവിന്റെ പേരായിട്ട് ബ്രഹ്മവൃത എന്നുള്ള ഓർത്താൽ മതി. അപ്പൊ അവരുടെ ലൊക്കേഷൻ അതാണ്, സരസ്വതി റിവർ ടു ദൃഷ്ട റിവർ എന്ന് പറയുന്നത്. അപ്പൊ സരസ്വതി റിവർ എന്ന് പറഞ്ഞാൽ ഒരു മിത്തിക്കൽ റിവർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് കോഴ്സ് മാറി ഒഴുകിയ റിവർ ആണ്. അതേപോലെ ദൃഷ്ടപതി റിവറും മിത്തിക്കൽ റിവർ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ആ ലൊക്കേഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രഹ്മവൃത എന്ന് പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ലേറ്റർ വേദിക്ക് ആര്യൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ആയിട്ട് കംപ്ലീറ്റ്ലി പോകുന്നതും എന്താണ്, അവര് ഗംഗ മൗണ്ടൻ റീജിയൻ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങ് പോവാണ്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ആര്യവൃത. അപ്പൊ ലേറ്റർ വേദിക്ക് ആര്യവൃത എന്ന് ഓർത്തിരിക്കാൻ പറ്റും, ഏർലി വേദിക്ക് ബ്രഹ്മവൃത എന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതേപോലെ തന്നെ ഏർലി ആര്യൻസ് ഗാഞ്ചറ്റിക് പ്ലെയിൻസിലേക്ക് അധികം പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു സപ്തസിന്ധു ഭാഗത്താണ് അവർ കൂടുതൽ താമസിച്ചത്. ഋഗ്വേദിക്കില് ഏറ്റവും കൂടുതൽ ഇൻഡസ് റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. ഓക്കെ, യമുന ഒരു തവണ 2 തവണയും അതേപോലെ തന്നെ ഗംഗ ഒരു തവണ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സ്വാഭാവികമായിട്ട് ഹിസ്റ്റോറിയൻസ് പറയുന്നത് അവിടേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചേനെ എന്നുള്ളൊരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അധികം ഇല്ല എന്നുള്ള ചിന്താഗതി നമുക്ക് എത്താം. ഓക്കെ, സോ ആ ഒരു കൈൻഡ് ഓഫ് നമുക്ക് എന്തുകൊണ്ടാണ്, ഞാൻ മുമ്പ് പറഞ്ഞു ഹിസ്റ്റോറിക് പീരീഡ് വന്നു, റിട്ടേൺ എവിഡൻസ് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു എവിഡൻസ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും ഭാഗം മനസ്സിലായോ? സെറ്റിൽമെന്റ്. ഓക്കെ, സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ റിവേഴ്സ് ആണ്? പോരട്ടെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ഇൻഡസ് റിവറും പ്ലസ് 5 ട്രിബ്യൂട്ടറീസ് പ്ലസ് ഒരു സാധനം കൂടി വരും, സരസ്വതി റിവർ. ഇതാണ് 7 റിവേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡസും 5 ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. നിങ്ങൾക്ക് അറിയാവുന്ന 5 ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാ? സത്ലജ്, ബിയാസ്, രവി, പിന്നെ ജലം, റിവർ ഉണ്ടോ? ചെനാബ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഏതാണ്? പ്ലസ് ഒരാളും കൂടി പേര് നമുക്ക് പറയാൻ പറ്റും. ആരാണ്? സരസ്വതി റിവർ. അതാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. ആൻഡ് ലാൻഡ് ഓഫ് 7 റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് 7 റിവേഴ്സ് എന്ന ബുക്കൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒരു ബുക്ക് ഉണ്ട്, അത് വായിച്ചു നോക്കും. ഓക്കെ, ഡൺ. അപ്പൊ അത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് കണക്ട് ചെയ്താൽ നല്ല രസം അത് വായിക്കാൻ. ജോഗ്രഫിക്കൽ ആസ്പെക്ട് വേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സപ്തസിന്ധു ലൊക്കേഷൻ. ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ ഇതുവരെ സിവിൽ സർവീസിന് ചോദിച്ചിട്ടില്ല, പക്ഷെ മറ്റേതെങ്കിലും എക്സാമിന് ചോദിക്കുന്ന വെച്ചിട്ടാണ് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തതും നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തതും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം സിന്ധു എന്ന് പറയുന്നത് ഇൻഡസ്. ഓക്കെ, വിതസ എന്ന് പറയുന്നത് എന്താണ്? ധലം റിവർ ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. അസ്കിനി റിവർ, ചെനാബ് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ബിയാസ് റിവർ. ഇത്രയും റിവർ എങ്കിലും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട്, വെറുതെ നമ്മൾ ഫാക്ച്വൽ ഡാറ്റ തലയിൽ കേട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത്രയും ഫാക്ച്വൽ ഡാറ്റയ്ക്ക് കൊണ്ടുപോകണ്ട. ഇത്രയും റിവറെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഇതായിരിക്കും സാധ്യത ഉണ്ടാവും. അതും UPSC സിവിൽ സർവീസിന് വളരെ കുറവാണ്, മറ്റ് എക്സാമിനായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമ്മൾ പറഞ്ഞു പീരീഡ് ഓഫ് വേദിക് ഏജ് എന്ന് പറഞ്ഞു. ഓക്കെ, ഏർലി വേദിക്കും പറഞ്ഞു, ലേറ്റർ വേദിക്കും പറഞ്ഞു. ഇനീഷ്യലി ആര്യൻസ് സെറ്റിൽ ചെയ്തത് ഞാൻ പറഞ്ഞു ലാൻഡ് ഓഫ് 7 റിവേഴ്സിന്റെ ഭാഗത്താണ്. മാറിപ്പോരുത്. അവരുടെ മെയിൻ ആക്ടിവിറ്റി പസ്റ്ററൽ ആക്ടിവിറ്റി ആണ്. അതേപോലെ അഗ്രികൾച്ചർ സെക്കൻഡ് ഒക്യുപ്പേഷൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ അവർ ഗാഞ്ചറ്റിക് പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അഗ്രികൾച്ചർ ബിക്കം ദെയർ പ്രോമിനന്റ് ഒക്യുപ്പേഷൻസ് എന്ന രീതിയിലേക്ക് വരുന്നു. ദാറ്റ്സ് വൺസ് അഗൈൻ ഐ വിൽ ഷോ ദിസ് ഫിഗർ. ദിസ് ഇസ് ദി ഏർലി വേദിക്, ദിസ് ഇസ് നോൺ ആസ് ബ്രഹ്മവൃത ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ആര്യവൃത. ക്ലിയർ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് സംശയം പിടിക്കണോ? ഫൈൻ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഡൺ, വെരി ഗുഡ്. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ, ഇവന്മാർ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് എങ്ങനെ നീങ്ങി പോവല്ലേ, സ്വാഭാവികമായിട്ട് ഈ മനുഷ്യനൊരു പരിപാടി ഉണ്ട്, വെറുതെ ഇരിക്കുക എന്നുള്ള ടെൻഡൻസി. ഓക്കെ, ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഋഗ്വേദിക് ഏജ് എന്നാണ് നമ്മൾ ഏർലി വേദിക്കിനെ പറയുന്നത്. ഋഗ്വേദം എഴുതിയിട്ടുള്ള കാലഘട്ടം അതാണ്. ഓക്കെ, 10th മണ്ഡലയിൽ ഈ പറഞ്ഞ പോലെ വർണ്ണ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് 10th മണ്ഡലം അന്ന് അവസാനത്തെ മണ്ഡലമാണ്. അപ്പോൾ ഋഗ്വേദിക് ഏജിന്റെ അവസാനത്താണ് ഈ വർണ്ണ സിസ്റ്റം ഒക്കെ വരുന്നത്. ഓക്കെ, വർണ്ണ എന്ന് പറയുന്നത് എന്താണ്?
ആ കാലഘട്ടത്തിൽ ബേസ്ഡ് ഓൺ ജോബ് അല്ലെങ്കിൽ ഒക്യുപ്പേഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വർണ്ണ സിസ്റ്റം വരുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. പക്ഷേ എന്താണ് ഈ ലേറ്റ് വേദിക്കിന് എക്സ്റ്റെൻഡ് ആവാനുള്ള കാരണം എന്നാണ് ചോദ്യം. ഒന്ന് നമുക്കറിയാം, ഒന്ന് അവർക്ക് ഹോഴ്സ് ഭയങ്കരമായിട്ടുണ്ട് അല്ലെ, ഹോഴ്സ് റൈഡിങ് അവർക്ക് നന്നായിട്ട് അറിയാം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് അയേണിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ലേറ്റ് വേദിക്കിന്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി വേദിക്കിന്റെ അവസാന കാലഘട്ടത്തിൽ അയേണിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഏർലി വേദിക്കിൽ അവർ അഗ്രികൾച്ചറിലേക്ക് അധികം പോകാതിരുന്നത് വുഡൻ പ്ലഫ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളത് പറയും. ഓക്കെ, ഞാനത് പെട്ടെന്ന് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ലേറ്റ് വേദിക്കിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ പോലെ അയേൺ വന്നു. ഓക്കെ, അവിടെയാണ് ചെറിയൊരു രസം എന്ന് പറയുന്നത്. നമുക്കറിയാം ഏർലി വേദിക് കാലഘട്ടത്തിലാണ് രാമായണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദു എപ്പിക് രാമായണം ആ കാലഘട്ടമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഏർലി വേദിക് കാലഘട്ടത്തിൽ, ഇപ്പൊ ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഏർലി വേദിക് കാലഘട്ടത്തിൽ അവിടെ ഞാൻ പറഞ്ഞു ആൾക്കാർക്ക് എന്ത് ജോലി എടുക്കാം ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടർ. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം സീതേനെ ജനക മഹാരാജാവിന് കിട്ടുന്നത് എവിടുന്ന? ഓവുചാലിൽ നിന്നാണ്. അത് രാജാക്കന്മാർ പോലും അഗ്രികൾച്ചർ ആക്ടിവിറ്റിയിൽ ഇടപെട്ടു എന്നുള്ള ഒരു സാധനം കൊണ്ടുവരുന്ന അവിടെയാണ്. ഓക്കെ, അപ്പൊ ഏർലി വേദിക്കിൽ അവർക്കുണ്ട്. നമ്മൾ അവിടെ ഒരു വാറൊക്കെ പഠിക്കാനുണ്ട്, ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറഞ്ഞ വാറൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ആ വാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അവിടേക്ക് എത്തുമ്പോൾ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എത്തുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചേക്കാം ആ ഭാഗത്ത് എത്തുമ്പോൾ. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാം. ലേറ്റ് വേദിക്കിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് എന്താണ്, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ് ഒരു റൂളിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാകും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ നടത്തും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ് ഈ പറയുന്ന നോർമൽ രീതിയിലുള്ള അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടത്തും എന്നുള്ള രീതിയിൽ പോകണം. കാരണം അവർക്ക് പഠിക്കാവുന്ന താല്പര്യമില്ല. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് എന്തായി? ഈ പറയുന്ന തിയറട്ടിക്കൽ മാനറായിട്ടുള്ള സാധനം ഫോഴ്സ്ഫുൾ ഇത് കമ്പൽസറി എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫോഴ്സ്ഫുള്ളി അഗ്രികൾച്ചർ ലേബേഴ്സ് ആയിട്ട് മാത്രം മാറുന്ന ഒരു ടെൻഡൻസിലേക്ക് വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വർണ്ണ സിസ്റ്റം മാറി കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അയൺ തന്നെയാണ്. കാരണം അയൺ വന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അവർ അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അഗ്രികൾച്ചറിലേക്ക് പോവാണ്. അവർ കൃഷിക്കാരായിട്ട് മാറുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് കൃഷിക്കാരായിട്ട് മാറുന്നു. കാരണം ഇവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ വൈശാഖ ട്രേഡ് നടത്തുന്നു. അതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഡോമിനേറ്റ് റൂളിംഗ് ക്ലാസസ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രീസ്റ്റുകൾ പോലെയുള്ള ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വർണ്ണ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്നുള്ളത്. ഇവിടെയാണ് ഡോക്ടർ BR അംബേദ്കർ, എവിടെ അംബേദ്കർ വേഴ്സസ് ഗാന്ധി ഡിബേറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ആ സമയത്ത് അംബേദ്കർ പറയുന്നത് എന്താണ്? അംബേദ്കർ വർണ്ണ സിസ്റ്റത്തെ എതിർക്കുന്ന ആളാണ്. അംബേദ്കർ പറഞ്ഞു നിങ്ങൾ വർണ്ണ സിസ്റ്റം ആണല്ലോ ഈ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയത്, അതും വർണ്ണ സിസ്റ്റം എടുത്ത് മാറണം. പക്ഷേ ഗാന്ധി പറഞ്ഞെന്താ? വർണ്ണ സിസ്റ്റം ഓക്കെയാണ്, കാരണം ഓരോ കാസ്റ്റിനനുസരിച്ച് അവർക്ക് ജോലി ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിച്ചത്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാർ വേണ്ടേ? ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അത് അതിന്റെ പേരിൽ മാത്രമേ, ജോബിന്റെ പേരിൽ മാത്രം വർണ്ണ സിസ്റ്റം ഓക്കെ ആണെന്നുള്ളത്. പക്ഷേ അംബേദ്കർ അവിടെ എതിർക്കാൻ കാരണം എന്താ? ഈ വർണ്ണ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം ആയിട്ട് മാറിയതാണ്. അവിടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ കിടക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഞാൻ അവിടെ കണക്ട് ചെയ്തതാണ് ഇപ്പോൾ. ഓക്കെ, എങ്ങനെയാണ് ഈ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ പോകുന്നത്? ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ പഠിക്കുന്നത് പോലെ സോഷ്യൽ ലൈഫ്, പൊളിറ്റിക്കൽ ലൈഫ്, എക്കണോമിക് ലൈഫിലേക്ക് പോവുകയാണ്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ലൈഫാണ്. ഞാൻ പറഞ്ഞു ഏർലി വേദിക് ഏജ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ട്രൈബൽ സൊസൈറ്റി ആയിരുന്നു. ഓക്കെ, ട്രൈബൽ സൊസൈറ്റി അപ്പോൾ എന്താണ്? സോഷ്യൽ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബ്രദർഹുഡ് ആറ്റിറ്റ്യൂഡ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാമിലി ഉണ്ട്, ഫാമിലി ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് കൂടി ചേർന്ന് ക്ലാൻ ആവുന്നു, ക്ലാൻ കൂടി ചേർന്ന് ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തത് എന്തിന്റെ പേരിലാണ്? ഒക്യുപ്പേഷൻ, ജോബിന്റെ പേരിലാണ് സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രീസ്റ്റ് വേരേഴ്സ് ഒക്കെ ഉണ്ട്, കോമൺ പീപ്പിൾ ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ ആ ഒരു എന്താണ് സൊസൈറ്റി ഈഗാലിറ്റേറിയൻ ഒന്നും അല്ലെങ്കിൽ പോലും എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഡിവിഷൻ ഓഫ് ലേബറും ജെൻഡറിന്റെ ബേസിലാണ് അവിടെ ഉള്ളത്. ഓക്കെ, അവിടെ കാസ്റ്റിന്റെ ബേസിൽ ഇല്ല എന്നുള്ള കാര്യം ആലോചിക്കുക. പ്രിഡോമിനന്റ്ലി അവരെന്താണ്? പാസ്റ്ററേറ്റ് സൊസൈറ്റിയാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് റീസൺ? ആര്യൻസ് ആയിരുന്നു, ഇൻവേർഡ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ അവർ എന്തായിരുന്നു? അവരുടെ ആക്ടിവിറ്റി, മെയിൻ ആക്ടിവിറ്റി തന്നെയായിരുന്നു. ആൻഡ് അഗ്രികൾച്ചർ അവിടെ സെക്കൻഡറി ഒക്യുപ്പേഷൻ ആണ്. റീസൺ വുഡൻ പ്ലഫ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കമ്പാരിറ്റീവ്ലി ഇത് പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, പാട്രിയാർക്കൽ സൊസൈറ്റി ആണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, സൊസൈറ്റി പാട്രിയാർക്കലാണ്. കമ്പാരിറ്റീവ്ലി ലേറ്റ് വേദിക്കിനെ അപേക്ഷിക്കുമ്പോൾ ഈഗാലിറ്റേറിയൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്താണ്? സൊസൈറ്റി കംപ്ലീറ്റ്ലി ഈഗാലിറ്റേറിയൻ അല്ല. കാരണം എന്തുകൊണ്ടാണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി കാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈഗാലിറ്റേറിയൻ വൺ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ആ രീതിയിൽ പറയാൻ സാധിക്കില്ല. ഓക്കെ, ലേറ്റ് വേദിക്കിലേക്ക് ഗ്രാജുവലി വരുന്ന സമയത്ത് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ ജനാസ് എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി മാറി മഹാജനപദാസ് ആവുകയും ലാർജസ്റ്റ് കിങ്ഡം ആവുകയും ചെയ്യാണ്. സോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് വർണ്ണ ബേസ് എന്ത് ചെയ്യുന്നു? കാസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നു. സൊസൈറ്റി കുറച്ചും കൂടി റിജിഡ് ആവുന്നു. എന്താണ്?
സോഷ്യൽ മൊബിലിറ്റി കുറച്ചും കൂടി റിസ്ട്രിക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എന്താണ്, അഗ്രികൾച്ചർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഡോമിനേറ്റ് ചെയ്ത് അഗ്രികൾച്ചറിലേക്ക് മാത്രം പോവുകയാണ്, അവരത് വർക്ക് ചെയ്താൽ മതി, അവരുടെ മകൻ നാളെ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിലേക്ക് പോകുക എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു, വേദിക് സൊസൈറ്റി ഗ്രാജുവലി എന്തായിരുന്നു, വർണ്ണ ആശ്രമ ധർമ്മ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് കോൺസെപ്റ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ആൻഡ് സൊസൈറ്റി എന്തായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു അയണിന്റെ കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് എന്തായിരിക്കും, അഗ്രികൾച്ചർ ആയിരിക്കും അവരുടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള വർക്ക്. അഗ്രികൾച്ചർ ആണ് അന്നത്തെ സമയത്ത് ഭയങ്കരമായിട്ട് എന്തുണ്ടാകുന്നത്, കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. കാറ്റിൽ റിയറിംഗ് ഒക്കെ സെക്കൻഡറി ആയിട്ട് മാറുന്നു. ട്രൈബൽ സൊസൈറ്റി തന്നെയാണ്, പക്ഷെ എന്താണ്, മോർ റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നു. അപ്പൊ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട് സോഷ്യോളജി ഓപ്ഷൻ ആരുണ്ടോ ഇതിനകത്ത്, പോരട്ടെ. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ, നിങ്ങളുടെ ഭാഗത്തേക്കാണ് പോകുന്നത്, സോഷ്യോളജിയിലെ പോർഷനിലേക്കാണ് പോകുന്നത്. വാട്ട് ഇസ് സോഷ്യൽ മൊബിലിറ്റി? ആരെങ്കിലും സോഷ്യോളജി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വാട്ട് ഇസ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞൊരു ടേം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ പറയാൻ പറ്റുമോ? ക്ലാസസ് ആൻഡ് ചേഞ്ചിങ് വർണാസ്. ഓക്കെ, എന്താ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് മൊബൈൽ? നമ്മൾ അങ്ങനെയുള്ള ഒരു ടേം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുക, യു പി എസ് സി കിട്ടി, നിങ്ങൾ ആദ്യം നോക്കണം എന്താ അറിയാമോ, ആ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുക നിങ്ങൾ ആദ്യം. ഓക്കെ, എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്? ചേഞ്ചിങ് ദി സോഷ്യോ എക്കണോമിക്, വെരി ഗുഡ്, സ്റ്റാറ്റസ് ട്രാൻസിഷൻ എന്ന് പറയാൻ പറ്റും. അതെന്താണ്, ചേഞ്ചിങ് ദി സോഷ്യോ എക്കണോമിക്കൽ സിറ്റുവേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. പക്ഷെ എന്താണ് ഇവിടെ പറഞ്ഞെന്താ, റിസ്ട്രിക്റ്റിംഗ് ദാറ്റ് മൊബിലിറ്റി. ഒരു പെർട്ടിക്കുലർ കാസ്റ്റിലെ ആൾക്കാർ അവിടെ തന്നെ നിന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തിരുന്നാൽ മതി. കാരണം എന്തുകൊണ്ടാ, അത് റിസ്ട്രിക്ട് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത തവണ വരുന്ന സമയത്ത് മാക്സിമം ഒന്ന് നേരത്തെ ജോയിൻ ചെയ്യാൻ നോക്കണേ. കാരണം ഞാൻ സെഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കോൺസെപ്റ്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ, വർണ്ണ ആശ്രമ ധർമ്മ എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, അവിടെ എന്താണ് ഈ പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്, ആശ്രമ സിസ്റ്റം. നമ്മൾ ആശ്രമ സിസ്റ്റം എന്ന് കേട്ടിട്ടില്ലേ, പറയാറുണ്ട് നമ്മളെപ്പോഴും അല്ലെ. എന്താണ് പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണ് പറയുന്നത്. ഒന്ന് ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. ഈ ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഈ 4 ഭാഗത്തിനെയാണ് 4 സ്റ്റേജസ് ഓഫ് ദി ആശ്രമ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. യൂഷ്വലി ലേറ്റർ വേദിക്കലാണ് ഈ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, വുമൺസിനും ശൂദ്രാസിനും എന്തില്ല, ഈ പറയുന്ന വർണ്ണ സിസ്റ്റം ഇല്ല. ഞാൻ പറഞ്ഞു വർണ്ണ സിസ്റ്റം മാറി കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് വന്നു. സ്വാഭാവികമായിട്ട് എന്താണ്, ശൂദ്രാസ് ഡൗൺവേർഡ് ആയി പോകുന്നു, ബാക്കിയുള്ള 3 ആൾക്കാർ ടോപ്പ് ലെവലിൽ നിൽക്കുന്നു. അപ്പൊ എന്താ പ്രശ്നം വരുന്നത്, എന്താ, ഈ പറയുന്ന പോലെ വുമൺസിനും ശൂദ്രാസിനും എന്തില്ല, ഇമ്പോർട്ടൻസ് ഗ്രാജുവലി കുറയുന്നു. അപ്പൊ ഇവർക്ക് എന്തില്ല, ഈ വർണ്ണ സിസ്റ്റം ഇല്ല, ബാക്കിയുള്ളവർക്കൊക്കെ വർണ്ണ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന പോലെ തന്നെ ദ്വിജാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്വിൻ ബോൺ എന്നാണ്. ഞാൻ അവിടെ എത്തൊന്നും ഒന്നുകൂടി പറഞ്ഞുതരാം. 2 തവണ വരുന്ന ആള്, നമ്മൾ പറയുക ഉപനയനം എന്ന് പറയുന്നില്ലേ, അതുപോലെ ദ്വിജാസ് ആണ്. അവർക്ക് 2 ലൈഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവർ ഉപനയനം കഴിയും, എഡ്യൂക്കേഷനിലേക്ക് പോകും. ആ ഒരു കാലഘട്ടം ഈ പറയുന്ന ബ്രാഹ്മൺസ്, അതേപോലെ തന്നെ ക്ഷത്രിയാസ്, വൈശ്യാസ്, ഈ 3 കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. ആർക്കില്ല, ശൂദ്രാസിനും വുമൺസിനും ആ കാലഘട്ടത്തിൽ ലേറ്റ് വേദിക്കില്ല. ഓക്കെ, ഞാൻ എപ്പോഴും കമ്പയർ ചെയ്താൽ പഠിപ്പിക്കുന്നു കേട്ടോ, അതുകൊണ്ട് ഓർത്തിരിക്കണേ, എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് എന്താണ്, പുരുഷാർത്ഥം എന്നുള്ള കോൺസെപ്റ്റ് കൂടി പറഞ്ഞില്ല. പുരുഷാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് വേർഡ്, ഗോൾ ഓഫ് മെൻ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആണുങ്ങൾക്കേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. യൂഷ്വലി നിങ്ങൾ പെട്ടെന്ന് പുരുഷാർത്ഥം എന്ന് പറയുന്നില്ലേ, അതുകൊണ്ടാണ് ഈ പല ബുക്കുകളിലും പണ്ട് കാലം മുതലേ, ഇപ്പോഴാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ പല ബുക്കുകളും ഇപ്പോഴും ആ ഒരു അബദ്ധം വരുന്നുണ്ട്. പല ആൾക്കാർ സംസാരിക്കുമ്പോൾ പോലും ആ അബദ്ധം വരുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടെന്ന് അറിയാമോ, ആ കാലഘട്ടം മുതലേ തുടങ്ങിയ സംഭവമാണിത്. അപ്പൊ പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താ, പുരുഷന്മാരുടെ ഡ്യൂട്ടി ആണെന്നുള്ളതാ. ഓക്കെ, അപ്പൊ വുമൺസിനെ കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞു. കാരണം ലേറ്റർ വേദിക്കിലേക്ക് പോകുമ്പോൾ സാധനം സൊസൈറ്റിയിലെ മൊത്തം മാറി. ഓക്കെ, അവിടെ എന്താണ് പറയുന്നത്, ധർമ്മ, മോറൽ ഡ്യൂട്ടി, അർത്ഥ, എക്കണോമിക് പ്രോസ്പെരിറ്റി, കാമ, അതേപോലെ മോക്ഷ. ഈ ഒരു കോൺസെപ്റ്റ് കൂടി പുരുഷാർത്ഥം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ UPSCക്ക് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് മാത്രം ഞാനത് പിക്ക് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഏർലി വേദിക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഏർലി വേദിക്കിലേക്ക് തിരിച്ചു വന്നു. വർണ്ണ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കളറിന്റെ ബേസിലാണ് സോഷ്യൽ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട്. കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസ്ഡ് ഓൺ വർക്ക്സ്. ഓക്കെ, ലിറ്ററലി അത് കളറിന്റെ ബേസിലേക്ക് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 ബേസിക് ഇനീഷ്യൽ വർക്ക് ഉണ്ട്. ഒന്ന് വേദിക് ആൻഡ് നോൺ വേദിക് പീപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗ്രൂപ്പ്. ഓക്കെ, വേദിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആര്യൻസ് ആണ് അല്ലെ. സ്വാഭാവികമായിട്ട് നോൺ വേദിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, മെച്യൂർഡ് സ്റ്റേജിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഗ്രാജുവലി മൂവ് ചെയ്ത് അടിയിലേക്ക് വരുന്നു. ഋഗ്വേദിക് ഏജ്, ദേ ആർ നോൺ ആസ് ദാസാസ് ഓർ ദാസ്യൂസ്. ഓക്കെ, അവരെന്ത് ചെയ്തു, താഴോട്ട് വരും. അവരാണ് താഴത്ത് നിൽക്കുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഋഗ്വേദിക്കിലൊക്കെ ഒരു മെൻഷൻ ചെയ്യുന്നത് ദാസാലെ ദാസ്യൂസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോൺ വേദിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്നുള്ളത്. ലേറ്റർ മെച്യൂർഡ് ആയിട്ടുള്ള ഹാരപ്പൻ സ്റ്റേജിൽ ഡൗൺവേർഡ് ആയിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന ഗ്രൂപ്പുകളാണ് അവർ. ഓക്കെ, അത് ഓർത്തിരിക്കണം.
മറന്നു പോരുത്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് എന്താണ്, വർണ്ണ സിസ്റ്റം വരുന്നു, ഫാമിലി സിസ്റ്റം പ്രോപ്പർ ആണ്, ഒക്യുപ്പേഷൻ നോട്ട് ബേസ്ഡ് ഓൺ ദി ബർത്ത്, ബേസ്ഡ് ഓൺ ജോബ്. ജോബിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഋഗ്വേദിക്കിന്റെ 10ാമത്തെ മണ്ഡലം അവസാനത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു എപ്പോഴും സൊസൈറ്റി മാറുന്ന ഗ്രാജുവലി ആയിരിക്കില്ലേ, അങ്ങനെ 10ാമത്തെ മണ്ഡലത്തിൽ പുരുഷ സൂക്തനെ കുറിച്ച് എഴുതുന്നു. ഓക്കെ, അത് എന്ത് ചെയ്യുന്നത് എൻഡ് ഓഫ് ദി ഋഗ്വേദ സമയത്താണ് വരുന്നത്. ഓക്കെ, ഋഗ്വേദിക്കിൽ ഒരു ഹൈം പറയുന്നുണ്ട്, ഒരു വേഴ്സസ് പറയുന്നുണ്ട്. ഇതാണ് ആ വേഴ്സസ്, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്ന സ്ക്രീനിൽ. ഇത് ജസ്റ്റ് ഓക്കെ, ഇതിനർത്ഥം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഐ എം എ പോയറ്റ്, മൈ ഫാദർ ഈസ് എ ഫിസിഷ്യൻ ആൻഡ് മൈ മദർ ഇസ് എ ഗ്രെയിൻ അപ്പോൺ ദി സ്റ്റോൺ, സ്ട്രൈവിംഗ് ഫോർ വെൽത്ത് വിത്ത് varied plans, we follow our desire like a cattle. ഓക്കെ, കാറ്റിലിനെ പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം. കാരണം ഞാനൊരു പോയറ്റാണ്, എൻ്റെ അച്ഛൻ ഫിസിഷ്യനാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. അതിനർത്ഥം എന്താ, ഋഗ്വേദിക്ക് ഏത് കാലഘട്ടത്തിൽ എന്തായിരുന്നു, അതായത് ഏർലി വേദിക് കാലഘട്ടത്തിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ രീതിയിലൂടെ ഒക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഋഗ്വേദത്തിൽ വേഴ്സസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു, എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യുന്നതാണ്. പക്ഷേ ലേറ്റർ വേദിക്കിലേക്ക് വന്നപ്പോൾ വർണ്ണാസിസ് എന്ത് ചെയ്തു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, മെയിൻ റീസൺ ഈസ് കോൺട്രിബ്യൂഷൻ ഓഫ് അയൺ, സോഷ്യൽ ഡിവിഷൻ വന്നു. സ്വാഭാവികമായിട്ട് എന്താണ്, ഹയർ ക്ലാസ്സസ് ബ്രാഹ്മണാസും ക്ഷത്രിയാസും ഹൈ പ്രിവിലേജ് എടുക്കാൻ തുടങ്ങി. ഇവിടെയാണ് ഈ പറയുന്ന പോലെ ചെറിയൊരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം വരുന്നത്. സൊസൈറ്റി ആസ്പെക്ട് നിങ്ങൾ സോഷ്യോളജിക്കാർ പഠിച്ചിട്ടുണ്ടാവും ഉള്ള ആൾക്കാർ. ഓക്കെ, ഇവിടെ ബ്രാഹ്മണാസ് എന്താണ്, പ്രീസ്റ്റ് ആണ്, എല്ലാം ബ്രഹ്മാവാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ജനനവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിന്റെ പേരല്ല പറയാ, മൗത്തിൽ നിന്ന് വന്നു. അതേപോലെ തന്നെ ക്ഷത്രിയാസ് റൂളിംഗ് ക്ലാസ് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വന്നു എന്ന് പറയുന്നു, തൊടയിൽ നിന്ന് വൈശാസ് വരുന്നു പറയുന്നു, ഫീറ്റിൽ നിന്ന് ശൂദ്രാസ് വരുന്നു പറഞ്ഞു. എന്തുകൊണ്ടാ, പേർപ്പസ്ഫുള്ളി ഈ പറയുന്ന സോഷ്യൽ ഡിവിഷൻ അങ്ങ് ഉണ്ടാക്കുകയാണ് ഇതിനകത്ത്. അതിന്റെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ 3 വർണ്ണാസിന് എന്താണ് ദ്വിജ കോൺസെപ്റ്റ്, ട്വിൻ ബോൺ. അവരെന്താണ്, അവർ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉപനയന സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അധർവം എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉപനയനം കഴിച്ചിട്ട് പോകുന്നവരോടൊക്കെ അല്ലേ. എന്തുകൊണ്ടാ, അവൻ 2ാമത് ജന്മം ജനിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ എഡ്യൂക്കേഷന് പോകുക. അപ്പൊ ഇവർക്ക് 3 പേർക്ക് എന്തുണ്ട്, എഡ്യൂക്കേഷൻ ഓക്കെയാണ്. ശൂദ്രാസിനും സ്ത്രീകൾക്കും എന്തില്ല, എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ള ഭാഗം. അപ്പൊ ശൂദ്രാസിന്റെ ഡിസബിലിറ്റീസ് എന്നുള്ള രീതിയിലാണ് സിവിൽ ഡിസബിലിറ്റീസ് ആയിട്ട് കാണുന്നത്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വന്നു തുടങ്ങി, ലേറ്റർ വേദിക്കിൽ വന്നു തുടങ്ങിയാൽ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് ആ ഭാഗ സമയം. ഓക്കെ, ഇതാണ് ഞാൻ ടോട്ടലി പറഞ്ഞത്, ഒരു സിംഗിൾ സ്ലൈഡിലാക്കിയതാണ്. പിന്നെ നേരത്തെ പറഞ്ഞു, പുരുഷാർത്ഥത്തിന്റെ കാര്യം പറഞ്ഞു, സോഷ്യൽ ഡ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇൻ എ ട്രയാങ്കിൾ സോഷ്യൽ കോമ്പോണന്റ് ഓഫ് ദി ലേറ്റർ വേദിക്. നിങ്ങൾക്ക് മെയിൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രയാങ്കിൾ വരച്ചാൽ മാർക്ക് വരും, നല്ല മാർക്ക് വരും. ഇതാണ് ഹിസ്റ്ററിയിൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്തു, ഇതിനകത്ത് ഫിഗറിൽ വന്നതാണ്. നിങ്ങൾക്ക് അത് ഹിസ്റ്ററിയിൽ ഉപയോഗിക്കാം മാർക്ക് സ്കോർ ആവാൻ. ഓക്കെ, ആൻഡ് ഫാമിലി സിസ്റ്റം, ഏർലി വേദിക്കില് വീടാണ്. ഞാൻ പറഞ്ഞു ഒരു കുലം, നമ്മൾ കുലത്തിന്റെ ആണെന്ന് അറിയില്ലേ, അതിന് ഗ്രഹപതി എന്ന് പറയും. ഓക്കെ, ഫാമിലി സ്വാഭാവികമായിട്ട് അതാണ്, ജോയിന്റ് ഫാമിലിയാണ്, പാട്രിലിനിയർ ആണ് സൊസൈറ്റി വരുന്നത്, വലിയ ചേഞ്ച് ഒന്നുമില്ല. ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോഴാണ് സെയിം സ്ട്രക്ചർ ആണ്, പാട്രിലിനിയർ സൊസൈറ്റി ആണ്, കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, ടൈറ്റ് ആവുന്നു, സോഷ്യൽ മൊബിലിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നു, ഫാമിലി കുറച്ചും കൂടി വലുതാകുന്നു, ഒരുപാട് ജനറേഷൻസ് വരുന്നു. ആൻഡ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വുമൺസ് വേർ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലേറ്റർ വേദിക്കിൽ 2-3 സ്ഥലങ്ങൾ കാണുന്നുണ്ട്. റോ ഓഫ് ഹേർട്സ് എന്ന് പറയുന്നത് എന്താണ്, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അദ്രഞ്ചികേര, അതേപോലെ തന്നെ അചിന്ദ്ര എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട്, വെസ്റ്റേൺ യൂപ്പിലെ സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലത്ത് നിന്നാണ് കുക്കിംഗ് ഫുഡ് ലാർജ് ഫാമിലീസിന്റെ രീതിയിൽ കാണുന്നുണ്ട്. ലേറ്റർ വേദിക്കിലെ 2-3 സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, 2 മേ വെച്ചിട്ട് സ്ഥലമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കാൻ പറ്റും, യു പി ആയിരിക്കും, ആ രീതിയിൽ ഒന്ന് ഓർത്താൽ മതി. ആൻഡ് മാരേജ് സിസ്റ്റം വരുമ്പോൾ ഏർലി വേദിക്കിൽ എന്താണ്, മോണോഗാമിയാണ് ജനറലി പ്രാക്ടീസ് ചെയ്യുന്നത്. പോളിഗാമി പ്രാക്ടീസ് ചെയ്യുന്നത് റോയൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് റോയൽ ആയിട്ടുള്ള ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓർത്താൽ മതി, രാമായണം അഗെയിൻ സീത പോയതിനു ശേഷം എന്താണ്, രാമനെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നൊക്കെയാണ്, ബട്ട് ഇറ്റ്സ് ദെയർ ചോയ്സ് എന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞത് രാമായണ കാലഘട്ടം എന്നല്ല, ഉദാഹരണമായിട്ട് ഹിസ്റ്റോറിയൻസ് പറയുന്ന ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ലേറ്റർ വേദിക്കിലേക്ക് വരുന്ന സമയത്ത് ഇന്റർകാസ്റ്റ് മാരേജ് വാസ് റിസ്ട്രിക്റ്റഡ്. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ. അവിടെ എന്താണ് ഒരു കോൺസെപ്റ്റ് വരുന്നു, ലേറ്റർ വേദിക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗോത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരികയാണ്. എക്സ്പെഷ്യലി ദീസ് ഗോത്രാസ് ആർ മെൻഷൻഡ് ഇൻ ദി അഥർവ വേദ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, മാരേജ് ബിറ്റ്വീൻ പേഴ്സൺസ് ഇൻ ദി സെയിം ഗോത്ര വാസ് ഫോർബിഡൻ. അത് എന്തിനാ അങ്ങനെ ചെയ്തത്, ഒരേ ഗോത്രത്തിൽ നിന്ന് കല്യാണം എന്തിനാണ്, എന്തായിരിക്കാം അതിന്റെ റീസൺ? സ്വാഭാവികമായിട്ട് ഒരേ ഗോത്രത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ കുറച്ചും കൂടി അവർക്ക് കൺവീനിയൻസ് ആയിട്ടിരിക്കുക. എന്തായിരിക്കാം, ഒരേ കാസ്റ്റിൽ നിന്ന് ഒരു കല്യാണം കഴിക്കാൻ സമയക്കുള്ളൂ. റീസൺ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കട്ടായി പോയോ? ഇല്ലല്ലോ. ബ്രോൻസിസ് ആകുന്നുള്ളതോ? ആ, പിന്നെ അടുത്തത് എക്സ്പെൻഷൻ. വെരി ഗുഡ്.
ബ്രോൺസിന് അപ്പുറത്തേക്ക് നമുക്ക് എന്തായിരുന്നു എക്സ്പാൻഷനാണ് കുറച്ചുകൂടി പ്രാധാന്യമുള്ളത്. അന്നത്തെ കാലത്ത് ഈ സഹോദരിമാരെ കല്യാണം കഴിക്കാൻ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലേ നമുക്ക് പറയാൻ പറ്റുന്ന ചില ഒട്ടുമിക്ക സിനിമകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കുറെ സിറ്റുവേഷനുകൾ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അവിടെ നിൽക്കട്ടെ, അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കാരണം വെച്ചാൽ എക്സ്പാൻഷൻ ആണ്, അവരുടെ ക്ലാൻ വലുതാക്കുക എന്നുള്ള ഉദ്ദേശമാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലിറ്റവേദിക്കിൽ ആ ക്ലാൻ ഗോത്രം വലുതാക്കി കഴിഞ്ഞാൽ ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്ന ഗോത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭരിക്കാൻ സാധിക്കും ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം. ഓക്കെ, കേട്ടിട്ടില്ലേ തമ്പ്രാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ കാണാറില്ലേ, പണ്ട് കാലത്തെ ഷോർട്ട് ഫിലിമുകളൊക്കെ. സിനിമകൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1921 എന്ന സിനിമ കണ്ടിട്ടുണ്ടോ, മമ്മൂട്ടിയുടെ മാപ്പിള കലാപമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ? യെസ്, ആ സിനിമയിൽ കണ്ടിട്ടുണ്ടോ ഈ ജനാർദ്ദന്റെ റോളൊക്കെ? ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുമല്ലോ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അങ്ങനത്തെ റോളുകൾ, കാരണം അത് ഗോത്രത്തിന്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ്, കാരണം അവരെ കമ്മ്യൂണിറ്റി അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ആ ഒരു കാര്യം ഓർത്തിരിക്കുക, ഒരു ലാർജർ ഭാഗമായിട്ടാണ് വരുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി തന്നെ ഏർലി വേദിക്കിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, മെയിൽ ടീച്ചേഴ്സ് മാത്രമല്ല ഫീമെയിൽ ടീച്ചേഴ്സും ഉണ്ട്. അതിനകത്ത് മൈത്രേയി, ഗാർഗി ഇവർക്ക് ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സ്. അതിൽ എക്സ്പെഷ്യലി നമുക്ക് പറയാൻ പറ്റുന്നത് മൈത്രേയി, ഗാർഗി ഒക്കെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ബ്രഹ്മവാദിനീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബ്രഹ്മവാദിനീസ് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മവാദിനീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? ബ്രഹ്മവാദിനീസ് എന്ന് പറഞ്ഞാൽ നോട്ടിലില്ല, ഓർത്തിരിക്കുക. വാട്ട് ഇസ് ബ്രഹ്മവാദിനീസ്? ഋഗ്വേദത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫീമെയിൽ ടീച്ചേഴ്സ് കുറെ ഹൈംസ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് പേഴ്സൺസ് നോൺ ആസ് ബ്രഹ്മവാദിനീസ്. ഓക്കെ, അതിലൊരാളാണ് ലോപമുദ്ര, വിശ്വര, ഓക്കെ, സിദ്ഗ, നിവവരി, ഘോഷ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ളതൊക്കെ ബ്രഹ്മവാദിനി സഭല പറയാൻ സാധിക്കും. ഇവരൊക്കെ ബ്രഹ്മവാദിനീസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, അതിൽ ഓർത്തിരിക്കേണ്ട ഒരാൾ ലോപമുദ്രയാണ്. എന്തുകൊണ്ടാ? അഗസ്ത്യ ഋഷിയുടെ വൈഫാണ് ലോപമുദ്ര എന്ന് പറയുന്നത്. ലോപമുദ്ര ശരിക്കും പറഞ്ഞ ലോപമുദ്രന്റെ ഒരു എന്താ പറയാ, ഒരു സ്റ്റോറി ഒക്കെ വരുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട്, അഗസ്ത്യമായിട്ട് ബന്ധപ്പെട്ട്. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി പറഞ്ഞു തന്നെ. ഓക്കെ, ഓക്കെ, നമുക്കത് കട്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം, സ്റ്റോറിയിലേക്ക് പോകുന്നില്ല. ഓക്കെ, അവിടെ ഒരു ഈ പറഞ്ഞ പോലെ അഗസ്ത്യ പ്രേമൊക്കെ പറയുന്നുണ്ട് ഹിസ്റ്ററിയിൽ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല, സമയത്തിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്. നീത്യവിദ്യക്കിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന പോലെ ഉപനയനം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നു, വർണ്ണ ദ്വിജ സിസ്റ്റം ഈ ഒരു സാധനമൊക്കെ വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ശൂദ്രാസിനും വുമൺസിനും എന്തില്ല, എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളൊരു സാധനം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഫോർമൽ എഡ്യൂക്കേഷൻ ലേറ്റർലി വന്ന സമയത്ത് എന്താണ്, ഉപനയനത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ശൂദ്രാസിനും വുമൺസിനും കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്നു. അപ്പൊ എന്താണ്, വുമൺസിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് ഇസ് വുമൺസ്. ഏർലി വേദിക്കിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്, ഹോണറബിൾ പൊസിഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ബ്രഹ്മവാദിനീസ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പൊസിഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമൺസിന് എന്താണ്, വിദഗ്ധ അന്നത്തെ കാലത്തുള്ള മീറ്റിംഗ് ആയിരുന്നു, അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കായിരുന്നു. ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ആർ ദർ ഫോർ വുമൺസ്. ഓക്കെ, അതേപോലെ വുമൺ പോയറ്റ്സ് ഞാൻ പറഞ്ഞു, അബല നേരത്തെ പറഞ്ഞു, വിശ്വര, കോസ, ലോപമുദ്ര ഇവരൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഹൈംസ് കമ്പോസ് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് ചൈൽഡ് മാരേജും സതി പ്രാക്ടീസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ദമ്പതി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ബോത്ത് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഇൻഡിക്കേറ്റിംഗ് ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ദമ്പതി. ടേംസ് ചോദിക്കുകയെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഗേൾസിന് ഫ്രീ ടു ചൂസ് ദിയർ പാർട്ട്ണർ. ഡൗറി സിസ്റ്റവും ബ്രൈഡ് സിസ്റ്റം ആ കാലത്ത് ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. ബ്രൈഡ് പ്രൈസും രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈക്വൽ ആയിട്ട് അങ്ങ് മൂവ് ചെയ്തോളും ആ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ എവിഡൻസ് ഓഫ് വിഡോ റീമാരേജ് ഈസ് ഓൾസോ ദർ. ഓക്കെ, ആ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അവർ വീടിന്റെ ജനാലിന്റെ സൈസ് മുകളിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വീട് ജനാലം എന്ത് ചെയ്യുന്നു, ടോപ്പിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ടെന്നാണ് ഹിസ്റ്റോറിയൻസിന്റെ ഒരു കൈൻഡ് ഓഫ് എവിഡൻസ്. ഇത് ശരിക്കും ശശി തരൂർ ഒരിക്കൽ ഒരു ഡിബേറ്റിൽ പറയുന്നുണ്ട് ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആൻഡ് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് കമ്പാരിറ്റീവ്ലി കുറയുന്നു. നിങ്ങൾക്കറിയാം, ഇൻഫീരിയർ ആയിട്ട് സബോർഡിനേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലേറ്റർ വേദിക്കൽ കാണുന്നത്. ഓക്കെ, വുമൺസിന്റെ സ്റ്റാറ്റസിന് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. അന്നത്തെ കാലത്തിന് ശേഷം എന്താണ് നിങ്ങൾക്ക് അവസ്ഥ എന്നറിയാം, ഇപ്പോഴും വെൽഫെയർ ഓഫ് വൾനറബിൾ സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടെൻഡൻസി വരുന്നുണ്ട്. സോ അന്ന് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോഴും എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഡൈനാസിയും പല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സിറ്റുവേഷൻ ഇസ് ദർ. അതേപോലെ തന്നെ സതി, ചൈൽഡ് മാരേജ് വളരെ പ്രോമിനന്റ് ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആത്രേയ ബ്രാഹ്മണ എന്ന് പറയുന്ന ബ്രാഹ്മണയില് ഡോട്ടേഴ്സ് ആർ മിസറി എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്.
ഓക്കെ, അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ സോഴ്സ് ഓഫ് ഓൾ സോറോസ്, അതായത് അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഉണ്ടാവുന്നത് പോലും പ്രശ്നമാണെന്നുള്ള രീതിയിൽ തന്നെ സ്പെസിഫിക്കലി അന്ന് പല ഇതിലും പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കറിയാം 8 വേദിക്കിലാണ് ആ കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അതായത് യജുർവേദം അങ്ങോട്ട് വരുന്ന വേദസ്ഥലാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ഏർലി വേദിക്കിൽ അതില്ല, കാരണം കംപ്ലീറ്റ്ലി ഡിഫറൻസ് വന്നു, കംപ്ലീറ്റ്ലി സ്ട്രാറ്റജിക്കലി ചേഞ്ച് വന്നു. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ ലൈഫിലേക്ക് വരുന്നു. ഡ്രസ്സിംഗ് കോസ്റ്റ്യൂംസ് വരുമ്പോൾ അപ്പർ ആൻഡ് ലോവർ ഗാർമെന്റ്സ് കോട്ടൺ വോൾഫ് ഉപയോഗിക്കുന്നു. ഉത്തരീയം അന്തരീയം ആണ് മെയിനായിട്ട് വരുന്നത്. വെറൈറ്റി ഓഫ് ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ബോത്ത് മെൻ ആൻഡ് വിമൻ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ക്ലാസ്സസ് ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. നിങ്ങൾക്കറിയാം സിനിമയിലൊക്കെ പറയല്ലോ ഉത്തരീയം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് തന്നെ സാധനം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ആൻഡ് സോഷ്യൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്, എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താ കോമൺ ആണെന്ന് പറയും ചിൽഡ്രൻസിന്റെ ഇടയ്ക്ക്. എന്തായിരിക്കും അത്? അതേപോലെ തന്നെ മാജിക് ചാംസും സ്പെല്ലിങ്സ് ഒക്കെ ഉണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? സൂപ്പർസ്റ്റിഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മൾ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ജപിച്ച് ചരട് കിട്ടുക അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ അശ്വിൻ ഗോഡാണ്, ഫിസിഷ്യനായിട്ടാണ് പുള്ളിനെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിനെ ഭജിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ടെൻഡൻസി വരുന്നില്ലേ, അത്. പിന്നെ ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ അവരുടെ പാഷനാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. ഓക്കെ, ഏർലി വേദിക്കിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, ആൻഡ് ഹീറ്റിംഗ് ഹാബിറ്റിലേക്ക് വരുമ്പോൾ ഏർലി വേദിക്ക് കാലഘട്ടത്തിൽ ബാർലിയൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലേറ്റ് വേദിക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, വീറ്റ്, ഗോതമ്പ എന്ന് പറയും. ഗോതമ്പ് എന്ന് ഓർത്താൽ മതി, ഗോതമ്പ്. ഓക്കെ, വീറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഏർലി വേദിക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് കൗ മീറ്റ് യൂഷ്വലി പ്രോഹിബിറ്റഡ് ആണ്. ബിക്കോസ് കൗവിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ആളുകളെ മെഷർ ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എന്തുണ്ട്, ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. സോമ, സുര എന്നൊക്കെ പറയുന്ന രീതിയിൽ ലിക്വേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വൈൻ. ഓക്കെ, അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓർത്തിരിക്കേണ്ടത് ഈ പറഞ്ഞ ഫുഡ് മെയിൻ സീരിയൽസ് ഐറ്റംസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കൗ മീറ്റ് പ്രോഹിബിറ്റഡ് ആയിരുന്നുള്ള ഓർത്തിരുന്നാൽ മതി. സ്വാഭാവിക എന്റർടൈൻമെന്റ് ആയിരിക്കാം, ചാരോട്ട് റേസിംഗ്, ഹോഴ്സ് റേസിംഗ്, ക്യാമ്പിളിംഗ്, ഈ പരിപാടികളൊക്കെ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. ആൻഡ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എവറിത്തിങ് ദർ. ഇപ്പൊ കോമൺ എന്റർടൈൻമെന്റ് പേർപ്പസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഹൗസ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ സാധനം ഒന്ന് കൺസോളിറ്റി ആണ്, ക്ലീൻലിനെസ് ആണ് അവരുടെ മെയിൻ പാഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിഥി ദേവോ ഭവ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. ഗസ്റ്റ് ഓഫ് അതിഥി ഓൾവേസ് വെൽക്കം. എസ്പെഷ്യലി ഗുരുക്കന്മാരൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഗുരു വന്ന് ശപിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പല കഥകളും പണ്ട് കാലത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മൂമ്മമാരൊക്കെ ഇരിക്കുമ്പോൾ ടി വി ചാനലുകൾ കാണാറുണ്ടാവുമല്ലോ. അത് തന്നെ അന്നത്തെ കാലത്ത് ഗുരുവിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം. അപ്പൊ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. ഓക്കെ, അതിഥി ദേവോ ഭവ, ഗസ്റ്റ് അതിഥി എന്നുള്ള പേരിൽ. ഓക്കെ, പിന്നെ ഗ്രഹസൂത്ര, ഇതേപോലെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ബുക്ക് ഒക്കെ ഉണ്ട്. ഫെയർ ഓഫ് ഗുഡ് ഐഡിയ, എങ്ങനെയാണ് എറ്റിക്, നമ്മളെ പറയും ഇവിടെ നമ്മളിപ്പോ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന സ്പൂൺ കൊണ്ട് എങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ഒക്കെ എടുക്കും. അതേപോലെ തന്നെ ഒരു പുസ്തകമൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഒരു കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുക്കാണ് ഗ്രഹസൂത്ര എന്ന് പറയുന്നത്. ബുക്കൊക്കെ അന്നത്തെ കാലത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദിക് മന്ത്രാസ് ഉണ്ട്, ഡെയിലി ബാത്ത്, വാഷിംഗ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ക്ലീൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ, അതുപോലെ മന്ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, റിച്വൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ കൂടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഓർത്തിരിക്കാം. ഓക്കെ, ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഞാൻ സോഷ്യൽ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞു. കൺഫ്യൂഷൻ എന്താ എന്തെങ്കിലും ഈ ഭാഗത്ത് ഓവറോൾ ഐഡിയ കിട്ടിയോ? സോഷ്യൽ സിസ്റ്റം ഓഫ് ഓക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ? അശ്വിൻ, ദർശന, ഡൺ. ഓക്കെ, ഫൈൻ. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലിയിൽ എന്താണ്, ഫാമിലി കൂടി ചേർന്ന് വില്ലേജ് ആവുന്നു. വില്ലേജ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ വിശ്വാകുന്നു. അതിനുശേഷം ട്രൈബൽ കിണ്ടാൻ പോകുന്നു. ഈ ട്രൈബലിന്റെ ഹെഡായിട്ടാണ് രാജാവ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായിട്ട് എന്താണ് ട്രൈബൽ കിടത്തിന്റെ ഹെഡ് രാജാവ് തന്നെയാണ്, കിങ് അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ആണ് ഭരത, മൈത്രയാസ്, യദൂസ്, പുരാസ് എന്നൊക്കെ പറയുന്ന ഡൈനാസ്റ്റീസ് ഏർലി വേദിക്കൽ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഓർത്തിരിക്കേണ്ടത് കുലേന്റെ ഹെഡ് ആരാണ്? പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുലപതി, ഗ്രാമത്തിന്റെ ഹെഡ് ഗ്രാമിണി, അതേപോലെ വിശ്വന്റെ ഹെഡ് വിശ്വപതി. ഗ്രാമം കുറച്ചും കൂടി ഹൈലൈറ്റ് വലുതായി വരുന്ന വിശ്വപതി. അതിനുശേഷം ജന വരുന്നു. അതിന്റെ ഹെഡായിട്ടാണ് ട്രൈബൽ കിങ്ഡം വരുന്നത്. ട്രൈബൽ ആണ് എസ്പെഷ്യലി രാജാവാണ്. ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, രാജാവ്. ഓക്കെ, മിലിറ്ററി ടെക്നിക് വാസ് അഡ്വാൻസ്ഡ് ആണ് കമ്പാരിറ്റീവ്ലി. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും, ഹോഴ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് മൊണാർക്കൽ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി മൊണാർക്കി അല്ല. റീസൺ എന്ന് പറയുന്നത് എന്താണ്, എന്തായിരിക്കും റീസൺ? അവിടെ അസംബ്ലീസ് കണ്ടോ ഏർലി വേദിക്കില്? ബിദത ട്രൈബൽ അസംബ്ലി ഉണ്ട്. അതേപോലെ രജപതി എന്ന് പറഞ്ഞ് മാനേജ് ഓഫ് പാസ്റ്ററൽ ലാൻഡ്, കുലബ ഫാമിലി, ഗ്രാമിണി, ഇവരൊക്കെ എന്താണ്, ഇവർക്കൊക്കെ പ്രത്യേക ഫംഗ്ഷൻസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏർലി വേദിക്കില് സഭ, സമിതി ഉണ്ട്. ഇവിടെ സഭയാണെങ്കിലും ബിദതയാണെങ്കിലും സമിതി ആണെങ്കിലും ഇവരുടെ ഡിസിഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. രാജാവിന് തോന്നിയതുപോലെ ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ട്രൈബൽ കിങ്ഡത്തില് രാജാവ് അടുത്ത രാജാവ് രാജന്റെ മകനാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കും. ഞാൻ പറഞ്ഞു സമിതിയിലാണെങ്കിലും വിധത്തിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് എല്ലാ റെപ്രസെന്റേഷൻ, ഈക്വൽ റെപ്രസെന്റേഷൻ ഇസ് ദർ. ആൻഡ്
സഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ആണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ, വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിന്റെയും ഡിസിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, രാജാവ് എടുക്കുന്നത്. രാജാവിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്, അന്നത്തെ കാലത്ത് പുരോഹിതന്മാരൊക്കെ ഉണ്ട്, പ്രീസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് പുരോഹിതൻ എന്ന് പെട്ടെന്ന് ഓർത്ത് വരണമെങ്കിൽ അത്ഭുത ദ്വീപ് സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് ഒരു ചെറിയൊരു ഒരാൾ വരുന്നില്ല, ഹോമം വേണം എന്നൊക്കെ പറയുന്ന എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്, പുള്ളിയാണ് പുരോഹിതൻ എന്നുള്ള ഒരു ക്യാരക്ടർ. കാരണം എന്താ, എല്ലാ ഡിസിഷനും പുരോഹിതനാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന പോലെ പറയുന്നുണ്ടാവും. പിന്നെ സേനാനി അല്ലെങ്കിൽ സേനാപതി, കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാവും. ഓക്കെ, പിന്നെ പല പല പോപ്പുലർ ബോഡീസ് ഞാൻ പറഞ്ഞു, സഭാസമിതി പറഞ്ഞു. അപ്പോൾ രാജാവിന് എന്താണ് ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. സഭാസമിതി, വിധത, ഇതിന്റെ ഒക്കെ പേരിലാണ് രാജാവ് ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് മൊണാർക്കൽ ഫോം നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ സാധിക്കില്ല, ബട്ട് ഗ്രാജുവലി അതിലേക്ക് മൂവ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. ബിക്കോസ് ഒരു ഹെഡ് ആയിട്ട് വന്നു, പക്ഷെ എന്താണ്, കംപ്ലീറ്റ്ലി മൊണാർക്കലല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സ്വാഭാവികമായിട്ട് ഏർലി വേദിക് ഏജിലെ ബാറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കാറ്റിൽ എന്ന് പറയുന്നതാണ് അവരുടെ മെയിൻ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കാറ്റിലിന് വേണ്ടി യുദ്ധം ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് മെയിൻ കാര്യം. പിന്നെ ഗ്രാമങ്ങൾക്ക് വേണ്ടിയും അങ്ങോട്ട് കൂടി യുദ്ധം ചെയ്യും. ദാറ്റ് വാർ ഇസ് നോൺ ആസ് ബിറ്റ്വീൻ ഗ്രാമാസ് യുദ്ധം എന്തായിരിക്കാം, കാറ്റിൽ വെൽത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പേരാണ് എന്താ പറയുന്നത്, സംഗ്രാമ എന്ന് പറയുന്നത്. ഈ കാറ്റിന് വേണ്ടിയുള്ള യുദ്ധത്തിനാണ് പറയുന്നത്. ഓർത്തിരിക്കണം, കീ ടെർമിനോളജി ഇമ്പോർട്ടന്റ്. ഓക്കെ, അത് ഞാൻ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഫയൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു ഫയൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അത് കൺസോളിഡേറ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം വായിച്ചപ്പെടാൻ മതി. ഈ വേദിക് ഏജിൽ ഏറ്റവും കൂടുതൽ ടെർമിനോളജീസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അത് ഓർത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരിക്കാം, ഈ പറഞ്ഞ പോലെ എനിമീസ് ഗ്രാജുവലി ഉണ്ട് ആ കാലഘട്ടത്തിൽ. എനിമീസ് ഇല്ലാന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എനിമീസിനോട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫോറസ്റ്റിലേക്കൊക്കെയാണ് യുദ്ധം വരുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഈ പശുവിനൊക്കെ അടിച്ചു മാറ്റി എന്ത് ചെയ്യും, ആളുകൾ പോകും. ഇപ്പൊ പശുവിന് വേണ്ടി ചെറിയ യുദ്ധം ചെയ്യുന്നുണ്ടാവുക, ബാറ്റിൽ ഓഫ് കാറ്റിൽ. അപ്പൊ ആ ഒരു സാധനം കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറയുന്ന വാറും നടക്കുന്ന ഏത് കാലഘട്ടത്തിലാണ്, ഈ പറയുന്ന ഏർലി വേദിക് കാലഘട്ടത്തിലാണ്. അപ്പൊ ഓർത്തിക്കട എന്താ ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറയുന്നത്, ഇവിടെയാണ് ഭരത ക്ലാന്റെ ഒരു യുദ്ധം നടക്കുന്നത്. കേട്ടിട്ടുണ്ടോ ഭരത ക്ലാൻ? ഭാരതത്തിന്റെ ഭരതവർഷം എന്ന് പറയുന്ന ആ ക്ലാൻ. യെസ്. എന്താണ് ബാറ്റിൽ ഓഫ് 10 കിങ്സ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പുരോഹിതന്മാരുണ്ട്, വിശ്വാമിത്രനും വസിഷ്ഠനും. ഓക്കെ, വസിഷ്ഠൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹയർ ക്ലാസ്സിലുള്ള ഒരാളാണ്. വിശ്വാമിത്രൻ എന്ന് പറയുന്നത് എന്താണ്, ലോവർ ക്ലാസ്സിലാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ രണ്ടുപേരും അപ്പൊ ഇനിഷ്യലി ഭരതക്ലാന്റെ രാജഗുരു എന്ന് പറയുന്നത് വിശ്വാമിത്രനായിരുന്നു. അപ്പൊ വിശ്വാമിത്രൻ കുറെ കാലം നല്ലപോലെ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി. പക്ഷെ ഒരു പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഭരതക്ലാനില് പുരോഹിതനെ മാറ്റുന്നു. അതിനുശേഷം ആരെ കൊണ്ടുവരുന്നു, വസിഷ്ഠനെ കൊണ്ടുവരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ട് എന്താണ്, അത് വിശ്വാമിത്രൻ ഇഷ്ടപ്പെടും. വിശ്വാമിത്രൻ അപ്പൊ പറയുന്നത് എന്തായിരിക്കും, ഇത് ഈ പറയുന്ന പോലെ നിങ്ങൾ കാസ്റ്റസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ എന്ത് ചെയ്യുന്നു, 10 രാജാക്കന്മാരെ കൂടി കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, ഭരദാസിനോട് യുദ്ധം ചെയ്യുന്നു. ഓക്കെ, ആ യുദ്ധത്തിൽ ഭരതക്ലാനാണ് ജയിക്കുന്നത്. ദാറ്റ് ബാറ്റിൽ ഈസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് 10 കിങ്സ്. ഓക്കെ, അങ്ങനെയാണ് 10 രാജാക്കന്മാർ തമ്മിലുള്ള ബാറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭരതയാണ് ഭാരതത്തിന്റെ ഭരത എന്ന് പറയുന്നത്, ഭാരതവർഷ ഭാരത. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഏർലി വേദിക് ഏജ് മറ്റും ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അത്. ഓക്കെ, ഓർത്തിരിക്കുക. അങ്ങനെയാണ് ഭാരതം എന്നുള്ള പേരൊക്കെ വരുന്നത് എന്നുള്ള കാര്യം ഓക്കെ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഈ ഭരത ക്ലാനിൽ ഭരത എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത്, കുറച്ചുകൂടി കഴിയുമ്പോൾ ജൈനിസം പഠിക്കും നിങ്ങൾ. ജൈനിസം പഠിക്കുന്ന സമയത്ത് ഋഷഭദേവന് 2 മക്കളുണ്ട്, ഭരതനും അതേപോലെ തന്നെ മറ്റൊരാളും കൂടി ഉണ്ട്. കേട്ടിട്ടുണ്ടോ രണ്ടാമത്തെ ആളെ പേര്? ആരെങ്കിലും പറയാമോ? ബാഹുബലി. ഓക്കെ, ബാഹുബലി സിനിമയിലെ ബാഹുബലി അല്ല. ഓക്കെ, സ്റ്റാച്യു ഓഫ് ഗോമതേശ്വര കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഈ ബാഹുബലി എന്ന് പറയുന്ന ആള് കുറച്ചും കൂടി ഫിലോസഫർ ആണ്. പക്ഷെ ഇനീഷ്യലി ഭരതനും ബാഹുബലി തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ആ ബാഹുബലി അല്ല വരുന്നതെന്ന് മാത്രം. ഓക്കെ, സോ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്പൈ സിസ്റ്റം ഒക്കെ രാജാവിനുണ്ട്. അതിനാണ് സ്പാസ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ആ സ്പൈ സിസ്റ്റം. സ്വാഭാവികമായിട്ട് എന്താണ്, റെഗുലർ ആർമി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കോഡ് ഓഫ് ലോ ഒന്നും പ്രത്യേകിച്ചില്ല, ടാക്സ് ഒന്നും പ്രോപ്പർ ആയിട്ടൊന്നും പിരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഗോപതി ഗോപ കിങ് വാസ് നോൺ ആസ് ഗോപതി. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? എന്തുകൊണ്ടാ ഗോപതി എന്ന് പറയാൻ കാരണം? ഗോക്കളെ സംരക്ഷിക്കുന്നവൻ, കൗ. ദാറ്റ്സ് വെരി ഗ്രേറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ ആ രീതിയിൽ. അപ്പൊ ഓർത്താൽ മതി അന്നത്തെ കാലത്ത് പശുവിനുള്ള ഇമ്പോർട്ടൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇപ്പൊ ആ ഒരു ടസിൽ വരാനൊക്കെ കാരണം. ഓക്കെ, നിങ്ങൾ ഓർത്താൽ മതി എല്ലാ ഹിസ്റ്ററിയിലെ ടസിലൊക്കെ വരുന്നത് പല ഭാഗത്തുമായിട്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ആൻഡ് ലേറ്റർ വേദികളിൽ ഇവരും പൊളിറ്റിക്കൽ സിസ്റ്റം മാറുന്നു, ട്രൈബൽ കിങ്ഡം കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നു. ഞാൻ പറഞ്ഞു ജനാസം മഹാജനപദാസം എന്ന കോൺസെപ്റ്റ് വരുന്നു. യൂഷ്വലി പല ചേഞ്ചുകൾ വരുന്നു. അപ്പൊ എന്താണ്,
ക്ഷത്രിയാസ് ഡോമിനേറ്റ് ചെയ്യുന്നു ഈ ഭാഗത്ത്. ഓക്കെ, അങ്ങനെ ജനപദാസ് വരുന്നു, ലാർജർ ആയിട്ടുള്ള കിങ്ഡംസ് വരുന്നു. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, കുറച്ചും കൂടി പവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ എന്ത് വരും, കുറച്ച് അഹങ്കാരത്ത് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അങ്ങ് ഡിക്ലെയർ ചെയ്യണം ഞാനാണ് സോൾ റൂളർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ മക്കളായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത റൂളറായിട്ടൊക്കെ പോകുന്നുണ്ടാവുക. ആൻഡ് ഡോമിനേഷൻ ഇസ് ദർ, റോയൽ പവറും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുന്നു. ട്രൈബൽ സെറ്റിൽമെന്റിൽ ട്രൈബൽ കിങ്ഡമായി മാറുന്നു വലിയ. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിച്വൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് രാജസൂയ, വാജപേയ, അശ്വമേധ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ വരുന്നു. രാഷ്ട്ര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത് ലേറ്റ് വേദിക കാലഘട്ടത്തിലാണ്. അതും കൂടി ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് രാജസൂയ, വാജപേയ ആൻഡ് അശ്വമേധ എന്ന് പറഞ്ഞു. രാജസൂയ എന്ന് പറഞ്ഞ എന്താ, സുപ്രീം പവർ രാജാവിന് കൊടുക്കുന്ന ഒരു, നമ്മൾ പറയാറില്ലേ രാജാവ് പട്ടാഭിഷേകം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. വാജപേയ എന്ന് പറയുന്നത് ചാരിയോട്ട് റേസ് ആണ്. ഓക്കെ, രാജാവ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ കുതിരപ്പുറത്ത് പോകും. ഓക്കെ, അതൊരു കൈൻഡ് ഓഫ്. പിന്നെ അശ്വമേധ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുതിരനെ അയച്ചിടും, കുതിര എന്ത് ചെയ്യും, പല സ്ഥലത്തേക്ക് അങ്ങ് മൂവ് ചെയ്ത് എവിടെയാണോ കുതിരനെ തടയുന്നത് ആ രാജ്യമായിട്ട് യുദ്ധം ചെയ്യും. ഓക്കെ, അല്ലാതെ കുതിരനെ തടയുന്നില്ല എന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ട് എന്താ പ്രത്യേകത, കുതിരനെ തടഞ്ഞില്ലെങ്കിൽ അത്ര ഏരിയ ഈ രാജാവിന്റെ കൺട്രോളിലാണ് വരുന്നുണ്ടാവുക. ദാറ്റ് ഇസ് നോൺ ആസ് അശ്വമേധ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റിച്വൽ ആക്ടിവിറ്റി. അപ്പോൾ ലേറ്റവേദിക്കിലേക്ക് വരുന്ന സംഭവിക്കുന്നുണ്ട്, അവര് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്ത് കൂടുതലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താ, കുറച്ചും കൂടി പൊളിറ്റിക്കലി ദേ ആർ സ്ട്രോങ് എന്ന രീതിയിലേക്ക് വരുന്നു. ഓക്കെ, ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എയർലി വേദിക്കിൽ എന്തില്ല, ടാക്സ് കളക്ഷൻ ഒന്നുമില്ല. ലേറ്റർ വേദിക്കിലേക്ക് സ്വാഭാവികമായിട്ട് വേണം, പവർഫുൾ ആയിട്ട് വരുന്നു. വുമൻസിന് ഈ പറഞ്ഞ പോലെ അസംബ്ലീസിലൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിധത, സഭ, ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കംപ്ലീറ്റ്ലി അവസാനിക്കുന്നു. കാരണം എന്തുകൊണ്ടാ, ഇനി രാജാവ് ആരും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്, പുരോഹിതന്മാരും സേനാനിയും ഗ്രാമീണയും ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ഒഫീഷ്യൽ പർപ്പസസ്. അതേപോലെ തന്നെ ടാക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രഷറി ഓഫീസറും ടാക്സ് കളക്ടറും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ ഭാഗത്ത് വരുന്നുണ്ട്. ദിസ് ഇസ് നോൺ ആസ് പൊളിറ്റിക്കൽ സെറ്റപ്പ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ, കൺഫ്യൂഷൻ ഉണ്ടോ? സോഷ്യൽ ലൈഫ് നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്കൽ ലൈഫ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ എക്കണോമിക് ലൈഫ് എടുക്കാം, കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു 1 hour ആയില്ലേ. ഓക്കെ, എക്കണോമിക് ലൈഫ് എടുക്കാം, മഹാജനപദാസം കൂടി ഞാനത് കവർ ചെയ്യും അടുത്ത സെഷൻ. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.